ഹലോ ഫ്രണ്ട്സ്, വില്ലേജ് ഫുഡ് മെമ്മറീസ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന മോര് കാച്ചിയത് അല്ലെങ്കിൽ പുളിശ്ശേരിയാണ്. ട്രഡീഷണൽ കുക്കിംഗ് ഒന്നും അറിയാത്തവർക്കും ചെറുപ്പക്കാർക്കും വളരെ ക്വിക്കായിട്ട് ഈ കറി തയ്യാറാക്കാം. ധാരാളം പ്രോബയോട്ടിക്സും പ്രോട്ടീൻസും വിറ്റമിൻസും അതോടൊപ്പം മഞ്ഞൾ, ജിഞ്ചർ, ഉലുവ, ഗാർലിക്, ജീരകം തുടങ്ങിയ സ്പൈസസ് അടങ്ങിയ ഈ കറി ഒരു ഡ്രിങ്ക് ആയിട്ട് പോലും ഉപയോഗിക്കാം. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ളവർക്കും ആന്റിബയോട്ടിക്സ് കഴിക്കുന്നവർക്കും കീമോതെറാപ്പിയിൽ കൂടി കടന്നു പോകുന്ന പേഷ്യൻസിന് പോലും ഇതൊരു ന്യൂട്രീഷണൽ ആൻഡ് സൂത്തിങ് ഡ്രിങ്ക് ആണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി സ്പൈസസിന്റെ ഗുണങ്ങളെല്ലാം മോരിൽ നന്നായി അലിഞ്ഞു ചേരാനും കടുകും കറിവേപ്പിലയും ഒഴിച്ച് ബാക്കി എല്ലാ സ്പൈസസും പൊടികളായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ വീട്ടിൽ തയ്യാറാക്കിയ 1 ലിറ്ററോളം യോഗർട്ടാണ് ഈ കറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യം ഇതിനെ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കുകയോ മിക്സ് ചെയ്തെടുക്കുകയോ വേണം. 1 ലിറ്ററിലെ തൈര് നമ്മൾ വിസ്ക് ചെയ്തെടുക്കുമ്പോൾ അത് ഈ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. നമ്മളുടെ ആവശ്യത്തിന് തിക്നെസ്സിനനുസരിച്ച് വെള്ളം ചേർക്കാം. ഞാൻ സാധാരണ 1 കപ്പോളം വെള്ളം ഇതിൽ ചേർക്കാറുണ്ട്. 3/4 കപ്പ് വെള്ളം ചേർത്ത് ഇതുമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ബാക്കി 1/4 കപ്പ് വെള്ളം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അത് കടുക് വറക്കുന്ന സമയത്ത് ചേർക്കാനുള്ളതാണ്. മോര് നമ്മൾ ചെറുതായിട്ട് ചൂടാക്കുക മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഞാൻ ഡ്രിങ്കിങ് വാട്ടറാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഇളക്കി യോജിപ്പിച്ച മോരിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 3/4 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചറിൻ്റെ പൊടി, ഉപ്പും ചേർത്ത് ഞാനിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഉപ്പ് ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാം. തണുത്ത മോരാണ്, അത് നന്നായിട്ട് ചിലപ്പം പൊടികളുമായിട്ട് ചേർന്ന് മിക്സ് ചെയ്തില്ലെങ്കിൽ ഒരു വിസ്കർ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ പൊടികളും മോരിലേക്ക് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം അരിഞ്ഞാണ് ചേർക്കുന്നത്. ഉലുവ പൊട്ടിച്ച് ചേർക്കും. എല്ലാ സ്പൈസസും ചേർത്ത മോരാണിത്. ഇനി ഇതിന് കടുക് വറുത്ത് ചേർക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മോരിന് കടുക് വറക്കാൻ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായ ശേഷം നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, മോര് തിളച്ച് പോകരുത്. ഒരു ലൂക്ക് വാമിൽ കൂടുതൽ മോര് ചൂടായി കഴിഞ്ഞാൽ മോര് പിരിഞ്ഞു പോകും. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരു ട്രിക്കും കൂടെ ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട് നിങ്ങളെ. എണ്ണ ചൂടായി കടുക് ചേർത്ത് കൊടുക്കുകയാണ്. ചൂട് കുറച്ചിട്ടിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ചൂട് വളരെ ഏറ്റവും സിമ്മിലിടുക. അതിലേക്ക് മുളക് പൊടി ചേർത്ത് ഏകദേശം 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. മുളക് പൊടി കരിഞ്ഞു പോകരുത്. മുളക് പൊടി ഏകദേശം ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ബാക്കി വെച്ചിരുന്നത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒഴിച്ചു കൊടുത്തത് ചൂട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചൂടോടിരിക്കുന്ന ചട്ടിയിൽ മോര് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. ഞാൻ ഇനി മോര് ചേർത്ത് കൊടുക്കുകയാണ്. തീ വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇനി തുടരെ ഇളക്കുക, ഇളക്കുന്നത് നിർത്തരുത്. പാത്രത്തിൻ്റെ സൈഡൊന്ന് വേണമെങ്കിൽ ഒന്ന് തൊട്ട് നോക്കാം. അത് തൊടാൻ പറ്റുന്ന ചൂടാണെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ 1 ഡ്രോപ്പ് എടുത്തിട്ട് കൈയുടെ വെള്ളയ്ക്കൊന്ന് ഒഴിച്ച് നോക്കുക എങ്ങനെയുണ്ടെന്ന് ചൂടെന്ന്. വളരെ കുറച്ച് ചൂട് മതി. ഏകദേശം ഒരു 45 ഡിഗ്രി സെൽഷ്യസ്, അതിൽ കൂടരുത്. മോര് കറിക്ക് ഉപ്പ് പാകമാണോ എന്ന് നോക്കി അത് കറക്റ്റാണ് ഉപ്പ്. മോര് കാച്ചിയത് തയ്യാറായി. ഇപ്പോൾ കണ്ടാലറിയാം മോര് പിരിഞ്ഞു പോയിട്ടില്ല, എന്നാൽ കറക്റ്റ് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യുകയാണ്. പലപ്പോഴും മോര് പിരിഞ്ഞു പോകുന്നതാണ് ഏറ്റവും വലിയ പ്രോബ്ലം മോര് കാച്ചുന്ന സമയത്ത്. അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു പുളിശ്ശേരിയാണിത്. ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർക്ക്, ട്രഡീഷണൽ കുക്കിംഗ് ശരിയായിട്ട് അറിയാത്തവർക്കും ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ചോറിന് കറിയായിട്ട് ഇത് ഉപയോഗിക്കാം, അല്ലാതെ ഒരു ന്യൂട്രീഷണൽ ഡ്രിങ്കായിട്ട് ഇത് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും നിങ്ങളിത് തയ്യാറാക്കി നോക്കണം.
ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. കമൻറ്റ്സ് എഴുതാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.